ഹലോ, ഇന്ന് രേണൂസ് ഹോം ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഭിണ്ടി ഉണ്ട് എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക സബ്ജി, വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ വെണ്ടയ്ക്ക അതേ അരിഞ്ഞ് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ടൊമാറ്റോ മതി. ഇനി പാൻ വെച്ച് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്ക വറക്കുന്നതുകൊണ്ട് ഇച്ചിരി ഓയിൽ കൂടുതൽ വേണം. പാൻ വെച്ചു, ഇനി ചൂടാകട്ടെ. നേരത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ കിടന്നൊന്ന് മൊരിയണം. വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്ത് ഒത്തിരി അങ്ങ് ഡ്രൈ ആകണ്ട, എന്ന ആവശ്യത്തിന് മൊരിയുകയും ചെയ്യണം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കണം. ഈ വറക്കുന്ന ഒരു സമയമാണ് ഉള്ളൂ കൂടുതൽ. വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മസാല റെഡിയാകും. നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്. അപ്പോൾ ഇത് വറുത്തെ ഇത് നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വറുത്തു എന്ന് വെച്ചാൽ കരിഞ്ഞു പോകുന്ന രീതിയല്ല, ആ വെള്ളമൊക്കെ പോയി നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയെന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് കുറച്ച് എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇടണം. ആദ്യം വെളുത്തുള്ളി ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ. നമ്മുടെ വെളുത്തുള്ളി മൊരിഞ്ഞു. അന്നേരത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇനി 2 പച്ചമുളക്, അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവോള ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ വെണ്ടയ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്നാലും ഒരു ശകല ഉപ്പ്, സവോളയൊന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ശകല ഉപ്പ് ചേർക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. തീ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഇതിനകത്തേക്ക് ചേർക്കുക. ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതേ ഞാൻ അടച്ചു വെച്ച് ഒന്ന് തക്കാളി നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. നോക്ക്, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു, മസാലയൊക്കെ പിടിച്ചു. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. ഈ മസാലയും വെണ്ടയ്ക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഭിണ്ടിയും തക്കാളിയും എല്ലാം മസാലയോടൊക്കെ യോജിച്ചു. ഇനി ഇതിനകത്തേക്ക് ഒരു ശകലം ജീരക പൗഡർ ചേർത്ത്, കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ വെണ്ടയ്ക്ക സബ്ജി റെഡിയായി. നോക്കുക, നല്ല അടിപൊളിയായിട്ട് വെണ്ടയ്ക്ക സബ്ജി ഉണ്ടാക്കി. ഇനി തീ ഓഫ് ചെയ്യുക, നനയ്ക്കാം. അതേ നോക്കിക്കേ, നമ്മുടെ വെണ്ടയ്ക്ക അടിപൊളിയായിട്ട് കറിയായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറി, നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, ബൈ.